മക്കളെ, നമ്മളിവിടെ ഒരു 2 ക്വസ്റ്റ്യൻ പഠിക്കുവാണ്. വളരെ സിമ്പിളാണ്. നമുക്ക് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. സി, ആർ ദി സ്ക്വയർ റൂട്ട് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇറാഷണൽ? ഇഫ് നോട്ട്, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ദി സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ ദാറ്റ് ഈസ് എ റാഷണൽ നമ്പർ. അതായത് അവർ ചോദിച്ചിരിക്കുന്നത് എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെയും സ്ക്വയർ റൂട്ട് ഇറാഷണലാണോ? നമുക്കത് പറയാം. റൂട്ട് 16 ആണെങ്കിൽ 4 ആണ്, അത് ഇറാഷണൽ അല്ല. അപ്പം നമുക്ക് ആർ ദി സ്ക്വയർ റൂട്ട് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇറാഷണൽ എന്ന് ചോദിച്ചാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പിന്നെ രണ്ടാമത് അവർ ചോദിച്ചത് എന്താ? ഇഫ് നോട്ട്, അങ്ങനെ അല്ല എങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ പറയണം. സ്ക്വയർ റൂട്ട് ഓഫ് എ പോസിറ്റീവ് ഇൻറ്റിജർ വിച്ച് ഈസ് റാഷണൽ. നമുക്ക് റൂട്ട് 16 പറയാം. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്, അത് റാഷണൽ നമ്പറാണ്. എന്തുകൊണ്ടാണ്? 4നെ നമുക്ക് P/Q ഫോമിൽ എഴുതാം, 4/1 എന്ന് എഴുതാം. പിയും ക്യൂവും ഇൻറ്റിജേഴ്സാണ്, ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ആ കണ്ടീഷൻസ് എല്ലാം ശരിയാണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. മക്കളത് കണ്ടിട്ടുള്ളതായിരിക്കും. ഷോ ഹൗ റൂട്ട് 5 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ ദി നമ്പർ ലൈൻ. നമുക്ക് റൂട്ട് 5 പഠിച്ചു കഴിഞ്ഞാൽ റൂട്ട് 2 ഒക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ട് 5നെ നമ്മൾ എങ്ങനെ നമ്പർ ലൈനിൽ സെറ്റ് ചെയ്യും? സാർ എൻ്റെ ട്രിക്ക് പറഞ്ഞുതരാം. ഈ റൂട്ട് 5നെ നമുക്ക് 2² + 1², നമുക്ക് 5നെ, റൂട്ട് 5നെ അല്ല, 5നെ നമുക്ക് 2² + 1² എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? 2² 4 ആണ്, 1² 1 ആണ്. അപ്പം നമുക്ക് 5 കിട്ടും. ഇങ്ങനെ നമ്മൾ എഴുതിയാൽ ഒരു നമ്പർ ലൈനിൽ നമുക്ക് ഇവിടെ വരെ 2ഉം ഇങ്ങോട്ട് 1ഉം വന്നാൽ നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് ഇതിന് എക്സ് എന്ന് കൊടുത്താൽ x² = 2² + 1² = 5 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ റൂട്ട് 5 എന്ന് കിട്ടും, അല്ലേ? അതായത് പൈതഗോറസ് തിയറം വെച്ച് ഇത് റൂട്ട് 5 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, എങ്ങനെ വരയ്ക്കണം? നമ്പർ ലൈനിൽ ഇത് 2 എടുക്കണം, ഇത് 1 എടുക്കണം, മുകളിലോട്ട് 1 എടുക്കണം. എക്സ് ആക്സിസിൽ 2ഉം വൈ ആക്സിസിൽ 1ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഡിസ്റ്റൻസ് റൂട്ട് 5 എന്ന് കിട്ടും. എന്തുകൊണ്ടാണ്? പൈതഗോറസ് തിയറം അനുസരിച്ച് ഇവിടെ നമ്മൾ OAB എന്ന് കൊടുത്താൽ, OAB എന്ന് കൊടുത്താൽ OB² = OA² + AB². നമുക്ക് എല്ലാവർക്കും പൈതഗോറസ് തിയറം അറിയാം. OB² = OA² + AB². അപ്പോൾ OB² എന്ന് പറയുന്ന x² ആണ്, OA² എന്ന് പറയുമ്പോൾ 2² വരും, AB² 1² വരും. അപ്പോൾ x² = 5 എന്ന് വരും, x = റൂട്ട് 5 എന്ന് വരും. അപ്പം നമുക്ക് ഈ OB എന്ന ഡിസ്റ്റൻസിനെ റൂട്ട് 5 എന്ന് കിട്ടും. അതിനുശേഷം ഒരു കോമ്പസ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ ഈ നമ്പർ ലൈനെ നമുക്ക് റൂട്ട് 5 വരും. എന്തുകൊണ്ടാണ്? ഈ ഡിസ്റ്റൻസിനെ ഒരു കോമ്പസ് വെച്ച് ഒരു സർക്കിളായിട്ട് വരച്ചു കഴിഞ്ഞാൽ അത് ഈ നമ്പർ ലൈനെ തൊടുമ്പം ഈ റേഡിയസ്, ആ സർക്കിളിൻ്റെ റേഡിയസ് OB ആയിട്ടല്ല നിൽക്കുന്നത്. അതിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പം ഈ നമ്പർ ലൈനിൽ അത് റൂട്ട് 5 ആയിട്ട് വരും. നമുക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡായിട്ട് ആ പിക്ചർ ഒന്ന് കണ്ടേക്കാം. ദേ ഉണ്ടോ? സാർ പറഞ്ഞ പോലെ ഇവിടെ O എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ നമുക്കൊരു 2, 1, 2, ഈ 2 യൂണിറ്റ് ഡിസ്റ്റൻസ് എടുത്തു, ഇങ്ങോട്ട് 1 യൂണിറ്റ് ഡിസ്റ്റൻസ് എടുത്തു. അപ്പം നമുക്ക് OP² എന്ന് പറയുമ്പം 2² + 1² 5 വരും. അപ്പോൾ OP എന്ന് പറയുമ്പോഴത്തേക്കും റൂട്ട് 5 വരും. ആ റൂട്ട് 5ൽ കോമ്പസ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റും ഈ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും. അപ്പോൾ OP എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസാണ്, റൂട്ട് 5 ആണ്. അത് തന്നെ ആയിരിക്കുകയല്ലേ ഈ OR. ഈ OR എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് വരുന്നതാണ്. അപ്പം നമ്പർ ലൈനിലേക്ക് റൂട്ട് 2 വരും. ഇതുപോലെ തന്നെ നമുക്ക് റൂട്ട് 2 വരയ്ക്കാം. റൂട്ട് 2 ആണ് എങ്ങനെ വരയ്ക്കും? 2നെ നമുക്ക് 1² + 1² എന്ന് പറയാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതേ ഉണ്ടോ, ഇവിടെ 1ഉം
ഇങ്ങോട്ട് 1 എടുത്താൽ നേരെ നമുക്ക് ഇത് √2 കിട്ടും. എന്തുകൊണ്ടാ? നമുക്ക് ഇത് 1 കൊടുത്താൽ നമുക്ക് OB, ഇത് ബിയും ഇത് എയും ആണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് OB² = OA² പ്ലസ് AB², അതായത് 1² + 1². അപ്പോൾ OB² 2 കിട്ടും, OB √2 കിട്ടും. എന്നിട്ട് √2നെ ഇങ്ങനെ സർക്കിളായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ റേഡിയസ് തന്നെയായിരിക്കും OB. അപ്പോൾ ഇതും √2 ആയിട്ട് വരും. ഈ ഡിസ്റ്റൻസും ഈ OP എന്ന ഡിസ്റ്റൻസും √2 ആയിട്ട് വരും. അപ്പോൾ അതുപോലെ √2നെ വരയ്ക്കാൻ പറഞ്ഞാൽ അങ്ങനെയും വരയ്ക്കാം. √5 ആണെങ്കിൽ 2² + 1². √2 ആണെങ്കിൽ 1² + 1² ഇട്ടിട്ട് ഇത് √2 എടുത്തിട്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ സംഭവം ഓക്കെ. മക്കൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ സാറിനെ വാട്സപ്പിൽ ഹായ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ സാറിൻ്റെ ടീച്ചേഴ്സ് മക്കൾക്ക് ലൈവായിട്ട് പറഞ്ഞു തരും. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാരിലേക്കൊക്കെ സാറിനെ ഒന്ന് ഷെയർ ചെയ്യണം.